അതിനെന്താ? സുമ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഞങ്ങളൊക്കെ അവിടെ ഇല്ലേ, അത് വേണ്ട ചെയ്യാം. ഓ, സന്തോഷമുള്ള കാര്യമല്ലേ? എപ്പോ വേണമെന്ന് പറഞ്ഞാൽ മതി, അത് നമുക്ക് അപ്പോഴേ തന്നെ ശരിയാക്കാം. ഒരു ബുദ്ധിമുട്ടില്ല. എന്താ സുമ ഇത്? അല്ലല്ല, ഞാനുണ്ടല്ലോ, വിഷമിക്കാതെ. വേണ്ട ചെയ്യാം. എന്താ സുമേ, ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ശരി എന്നാ വെക്കട്ടെ, ഞാൻ പിന്നെ വിളിക്കേ. ഫോൺ വിളിച്ചത്? ഫോൺ ചെയ്ത ആര്? ഫോൺ ചെയ്തോണ്ടിരുന്നില്ലേ? ആരോടാന്ന്? അത് ഓഫീസിലെ സുധീഷ്. സുധീഷ്? രതീഷ് മാറിപ്പോയി. ഓഫീസിലെ രതീഷില്ലേ? ഓഫീസിലെ രതീഷ് വിളിച്ചു. ഓഫീസിലൊരു കാര്യം പറയാൻ വേണ്ടി. എന്ത് കാര്യം? എന്ത് കാര്യം? ഓഫീസിലെ കാര്യമൊക്കെ പറഞ്ഞ നിനക്ക് അറിയാമോ? ബാങ്കിൽ നടക്കണ കാര്യമില്ലേ? അതൊക്കെ എനിക്ക് മനസ്സിലാവും. കൊമേഴ്സ് പഠിച്ച എനിക്ക് കാര്യം മനസ്സിലാവും. പറഞ്ഞൂടെ? അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി രതീഷാണ് വിളിച്ചത്. നിങ്ങളുടെ ഒരു മുഖഭാവവും ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ എന്നിൽ നിന്ന് ഒളിച്ചു വെക്കുന്ന ഒരു രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. എന്താ ഏട്ടാ നീ ഇങ്ങനെ എന്തോ മണി ഒരു സംശയത്തിൽ പറയണത്? രതീഷല്ലേ വിളിച്ചത്? എനിക്ക് സംശയമാണ് രവിയേട്ടൻ എന്തുകൊണ്ട് തോന്നിയത്? നീ ഇങ്ങനെ ചോദിച്ചപ്പോ നിനക്ക് സംശയമില്ല, എന്നാലും നീ ഇങ്ങനെ ചോദിച്ചപ്പോഴേ. സത്യം പറ, സുമലതല്ലേ വിളിച്ചത്? ആണോ അല്ലയോ? അതെ മണി. പിന്നെ ആണല്ലോ. എന്തുകൊണ്ട് എന്റെ അടുത്ത് എന്ത് പേരും രതീഷ് വിളിച്ചെന്നല്ലേ? ഞാൻ പറയാം മണി, വിളിച്ചത് സുമലതയാണ്. പക്ഷെ സുമലത എന്ന് പറഞ്ഞാൽ നീ അതിൽ എന്തെങ്കിലും കണ്ടുപിടിച്ച് ദേഷ്യപ്പെടുന്നു വിചാരിച്ചു പേടിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതെന്താ അങ്ങനെ ഞാൻ പേടിക്കണേ? ആ പേടിക്കാൻ കാരണം എന്തോന്നു മണി? ദിവ്യേട്ടനത് കൂടുന്നുണ്ട്. എല്ലാ പ്രാവശ്യം ഈ പ്രശ്നം പറഞ്ഞ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് എന്നെ പറഞ്ഞു പറ്റിക്കും. ഇനി അത് നടക്കൂല. എന്നെ വെറും മണ്ടിയാക്കാൻ നിങ്ങളെ ഞാൻ സമ്മതിക്കൂല. കുറെ കാലമായി തുടങ്ങിയിട്ട് ഒളിച്ചു മാറി ഇന്ന് കുണുകുണുകുണുകുണു കുറെ നേരമായി തുടങ്ങിയിട്ട് മനസ്സിലായി മാറി എന്ന് വിളിക്കണപ്പോഴേ. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സംസാരിച്ചു. വേറെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലില്ല. പിന്നെ നീ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത് സഹപ്രവർത്തകനെ മാറി എന്ന് വിളിക്കണതിന് എന്തോ? സഹപ്രവർത്തകയുടെ ഫുൾ നെയിം എന്തായിരുന്നു? സുമലത. സാധാരണ ബാക്കിയുള്ള എല്ലാവരുടെയും ഇംഗ്ലീഷിൽ വരെ ചേർത്ത് വിളിച്ചിട്ട് ഈ കൊച്ചിനെ മാത്രം എന്ത് സുമ എന്ന് വിളിക്കുന്നത്? ഫുൾ നെയിം വിളിച്ചൂടെ? നീ സംശയത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ. എന്തോന്ന് ഇത്? ഞാൻ സംശയിക്കുന്നതിന് പ്രശ്നം, നിങ്ങളോട് കാണിച്ചു കൂട്ടുന്ന ഒരു പ്രശ്നമില്ലല്ലേ? ഞാൻ എന്തോ കാണിച്ചു കൊടുക്കുന്നു? എന്റെ ഓഫീസിലോടുകൂടി ഞാൻ ഈ കള്ളക്കളി പൊളിച്ചെടുക്കും. കള്ളക്കളി? നിങ്ങളുടെ ഈ അവിഹിതം ഞാൻ പൊളിച്ചെടുക്കുന്നു. അവിഹിതോ? അനാവശ്യം പറയല്ലോ. അനാവശ്യോ? നിങ്ങൾക്ക് കാണിക്കാൻ ഞാൻ എല്ലാവരോടും പറയാൻ തന്നെ പോണത്. മക്കളും നാട്ടുകാരും ബന്ധുക്കളൊക്കെ അറിയട്ടെ നിങ്ങളുടെ ഈ അവിഹിതം ഞാൻ പറയുന്നു. നീ ചെന്ന് പറ. നിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. നീ എന്ത് പറഞ്ഞാലും അവര് വിശ്വസിക്കില്ല. പിന്നെ ഓഹോ, അപ്പൊ തെളിവ് സഹിതം ഞാൻ കാണിച്ചു കൊടുത്ത പിള്ളേർ വിശ്വസിക്കില്ലയോ? തെളിവാ? എന്തോ തെളിവ്? ഇത്രയൊക്കെ കണ്ടുപിടിക്കാൻ എനിക്ക് ബാക്കി തെളിവും കണ്ടുപിടിക്കാൻ പറ്റി. കാണണോ? കാണണം.